ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ താമസിക്കുന്ന ശ്രീ ജെയിംസ് പുളിക്കത്താഴത്തിൻ്റെ വിശാലമായ തോട്ടത്തിലാണ് നാം. ഒട്ടനവധി ജാതി, കമുക്, തെങ്ങ് ഇത്യാദി മരങ്ങളും കൂടാതെ കുരുമുളക്, ജാതി, കമുക് ഇവയുടെയൊക്കെ നഴ്സറികളും ഒക്കെ ഈ തോട്ടത്തിലുണ്ട്. ഇവയൊക്കെ നമുക്കൊന്ന് വിസ്തരിച്ച് കാണാം. നമസ്കാരം. മാഡം നമസ്കാരം. രണ്ടുപേരും രാവിലെ തന്നെയൊക്കെ തുടങ്ങിയില്ലേ? രാവിലെ സ്കൂള് പിള്ളേരൊക്കെ വിട്ട ശേഷം ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും രാവിലെ തോട്ടത്തിൽ വരും. ഈ തോട്ടത്തിൽ ഇപ്പൊ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ മെയിനായിട്ട് കമുക്, ജാതി, തെങ്ങ്, പിന്നെ വാഴ, ചേന, തേൻ വളർത്തല്, പച്ചക്കറികൾ ഇടവിളയായിട്ട് കുടംപുളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഴ 10-30 വെറൈറ്റി തന്നെയാണ് വെച്ചത്. പിന്നെ റബ്ബർ, അതൊക്കെയോ? റബ്ബറൊക്കെ വീട് താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ പച്ചക്കറി, മാവ്, അങ്ങനെയുള്ള കൃഷികളാണ്. ഈ തോട്ടത്തിൽ ചെറുതായിട്ടൊരു നേഴ്സറി ഉണ്ട്. അതും ഈ തോട്ടത്തിൽ തന്നെ തൈകൾ വിൽക്കാനായിട്ട് നമ്മൾ തന്നെ ജാതിയിൽ നിന്ന് എടുത്ത തൈകളാണ്. ഇതിപ്പോ എന്ത് പ്രായമുണ്ട് ഈ ജാതിക്കൊക്കെ? ഇതിന് 10 വർഷം. ഗ്രാഫ്റ്റ് ആണോ? ബെഡ് ചെയ്തിരിക്കണം. ബഡ് ജാതി അല്ലേ? ഈ കായ ഇത് വീഴുമ്പോ പറക്കി എടുക്കുകയാണോ? വീഴുമ്പോഴും പിന്നെ മൂത്ത് പൊട്ടി നിൽക്കുന്ന കാള് പറിച്ചെടുക്കാം. അപ്പൊ ഇത് പറിക്കാൻ ആളെ നിർത്തിയിട്ടുണ്ടോ? പറിക്കാൻ ഉണ്ട്, ഒരാളെ ശമ്പളത്തിനുണ്ട്. പിന്നെ ഞങ്ങളും കൂടെ ഒന്ന് സഹായിക്കും. വീട്ടിലിരുന്ന് ഫ്ലവർ ആക്കുന്ന ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് ഞങ്ങൾ ഫ്ലവർ ആക്കും. എല്ലാത്തിനും നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നല്ല ഇതായിട്ട് വരുള്ളൂ. എത്ര ജാതിയുണ്ട് ഇപ്പൊ ഇതിനകത്ത്? ഇതിനകത്ത് 220 ജാതി. അല്ല ഈ പ്രായമാണോ? ഈ പ്രായം. പിന്നെ കുറച്ചെണ്ണം കായ്ക്കാൻ ചെറുത് വെച്ചിട്ടുണ്ട്. പിന്നെ വലുത് ഇത് കായ്ക്കാത്തത് മുറിച്ച് കഴിഞ്ഞ് ബെഡ് ചെയ്ത് വീണ്ടും ഈ വലിയ ജാതികൾ കായ്ക്കാത്ത 3 വർഷം നിരീക്ഷിക്കും. 3 വർഷം നിരീക്ഷിച്ചിട്ട് കായില്ലെങ്കിൽ അതിനെ മുറിച്ചിട്ട് അതേന്ന് വരുന്ന കമ്പല് ബെഡ് ചെയ്യും. അതിവിടെ 2 വർഷമായത് 3 വർഷമായത് മുറിച്ചത് ബെഡ് ചെയ്ത്. ഇതിലെ ഏറ്റവും നല്ല വെറൈറ്റി എടുത്താൽ നമ്മൾ ഇതിന്റെ തന്നെയാണ് ബെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് പല സൈസ് ജാതികളാണ് അതിൻ്റെ അകത്തുള്ളത്. അതായത് ഇത് ഒരു വലിപ്പമുള്ളത്, പിന്നെ മഞ്ഞ പത്രി ഉള്ളതുണ്ട്, പിന്നെ വലിപ്പം കൂടിയത്, ചെറുത്, കൊലകൊലയായിട്ടുള്ളത്. 22 സൈസ് ജാതി ഇതിൻ്റെ അകത്തുണ്ട്. ജാതി തന്നെ. അപ്പൊ അത് ഏതാ തിരിച്ചു കൊടുക്കുമോ? ഇല്ല, മഞ്ഞ വേറെ ആയിട്ടും ചുവപ്പ് വേറെ ആയിട്ടും കൊടുക്കും. നമ്മൾ ഈ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഇതിന് വില കുറയും. ഫ്ലവർ ആയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് പൊട്ടിക്കാതെ എടുത്താൽ നമുക്ക് ഇരട്ടി വില കിട്ടും. ഫ്ലവർ ജാതി പത്രി. ഇത് പത്രി തന്നെ ഫ്ലവർ എന്നാണ് ഇതിന് പറയുന്നത്. പൂ പോലെ പൊട്ടാതിരിക്കുന്നോണ്ടേ ഇതാണ് പത്രി ആയിട്ട് വിൽക്കുന്നത്. ഈ പൊട്ടിപ്പോകുന്നതിനാണ് പത്രി എന്ന് പറയുന്നത്. ഇതിന് ഫ്ലവർ എന്നാണ്. ഇതിനാണ് ഏറ്റവും വില. ഇതിന്റെ മഞ്ഞയ്ക്ക് ഇപ്പം 1000 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞ ജാതി പത്രിക്കുണ്ട്. ഇത് 1 വർഷം ഇരിക്കുന്നു, മഞ്ഞ ആകുകയും ചെയ്യും. പൊട്ടിപ്പോയതിന് 400 രൂപ 500 രൂപ വില, അത്ര വില വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഇരുന്ന് മെനക്കെട്ട് ഇത് ഫ്ലവറാക്കി 1 കിലോ ഉണ്ടാക്കിയാൽ നമുക്ക് വൈകുന്നേരം 1 മണിക്കൂർ കൊണ്ട് 500 രൂപ കൂടുതൽ കിട്ടും. പിന്നെ ഈ കുരു വിൽക്കൂലേ? കുരു വിൽക്കും. കുരുവിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ 180 രൂപ 200 രൂപ വിലയാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കായ എടുത്ത് വേണമെങ്കിലും വിൽക്കാം. കായ്ക്ക് 400 രൂപയാണ് വില. പരിപ്പ്, അതിന് പരിപ്പെന്നാ പറയുന്നത്. ഞങ്ങൾ ഇപ്പം സാധാരണ ഇത് കായോടെ തന്നെ വിൽക്കുക. ഇത് പൊട്ടിച്ചെടുത്തത് വിൽക്കണം, അന്നേരം തന്നെ വിൽക്കണം. ഇതാണ് പിന്നെ സൂക്ഷിച്ചു വെക്കാം. ഇതൊരു മരക്കഷ്ണം വെച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ പരിപ്പ് എടുക്കും. പക്ഷെ പരിപ്പ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ കൊടുക്കണം. ഇതാകുമ്പോൾ കുറെ നാൾ വെച്ചോണ്ടിരിക്കുക. പിന്നെ ഈ ഇതിന്റെ ആ തോട് ഉണ്ടാക്കാം. തൊണ്ടായിട്ട് വിൽക്കാൻ പറ്റും? ഇല്ല. അത് അതിന് ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അതായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളോട് ചിലർ പറയും, ഞങ്ങൾ ചുമ്മാ പെറുക്കി കൊടുക്കും. ആരെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ തൊണ്ടുണ്ടോന്ന് ചോദിക്കും. ഇപ്പൊ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വൈൻ ഇതിന്റെ നല്ലതാ. അച്ചാറ്. പിന്നെ ഇത് ചുട്ടിട്ട് ചമ്മന്തി അരിക്കാം. ഈ മാങ്ങാ ചമ്മന്തി ഒക്കെ പോലെ ചുട്ടിട്ട് കാന്താരി മുളക്, ഉള്ളിയും കൊണ്ട് തേങ്ങയും കൊണ്ട് ചമ്മന്തി ആയിട്ട് അത് നല്ലതാ. ഈ തോട്ടം 6 ഏക്കർ 6 ഏക്കർ ശിഷ്ടമാണ്. ഇതിനകത്ത് മൊത്തം ജൈവ കൃഷിയാണ്.
4 വർഷമായിട്ട് ഇത് കൃഷിയായിരുന്നു. നനയ്ക്കണം. ജാതിയുടെ മെയിൻ ഘടകം നനയാ. നനയില്ലെങ്കിൽ മുഴുവൻ ഉണങ്ങി പോകും. ഒരു 1.5 ദിവസം സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കാൻ പറ്റും. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നനയ്ക്കും. പിന്നെ ജാതി ഇടവേളയായിട്ട് ചെയ്യുന്നത്. അതിനൊരു ചെറിയ തണലും വേണം മരങ്ങളുടെ, ബാക്കിയുള്ള മരങ്ങളുടെ. ഇടവേളയായിട്ട് വെക്കാം. കമ്മും തോട്ടത്തിന്റെയും തെങ്ങിൻ തോട്ടത്തിന്റെയും ഒക്കെ ഇടവേളയായിട്ട് വെക്കാം. പിന്നെ ജാതിയുടെ ആയുസ് 200 വർഷമൊക്കെയാണ് പറയുന്നത്. പിന്നെ ജാതിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല കായ്ക്കുന്ന ജാതിയുടെ വെഡ്ഡൂട് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഗുണം തന്നെ കിട്ടും. ഈ ജാതിയുടെ പ്രത്യേകത എന്താ? ഈ ജാതി നേരത്തെ കായ്ക്കയിലായിരുന്നു. 1-2 കാ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് വെട്ടി ഒരു 6 വർഷം കഴിഞ്ഞായിരുന്നു. വെട്ടിയിട്ട് അവിടെ വേറെ നമ്മുടെ നല്ല നല്ല കായ്ക്കുന്ന ജാതിയുടെ വെഡ്ഡൂട് വെച്ച് ഇവിടെ ബെഡ് ചെയ്തു. അവിടെ വെച്ച് ബെഡ് ചെയ്തു. അതേ വന്ന ശേഖരത്തേല് ബെഡ് ചെയ്തെടുത്താ. ബെഡ് ചെയ്തപ്പോ ആ മൂളത്തിൽ ഇത് 3-ം വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. കായ പിടിക്കുന്നത് ഏത് ജാതിയും എത്ര വലിപ്പമുള്ളൂ. ഈ പഴയ ശിഖരം നിർത്തുവോ? പഴയ ശിഖരം അടിയിലത്തെ നിർത്തും. അത് നീ വെട്ടി ഇത് നിയന്ത്രിച്ച് വലുതാകും തോറും ഈ സൈഡും വെട്ടിക്കളയും. പുഷ്ടിപ്പെടും. അപ്പൊ ഇപ്പൊ കുറെ മുറിച്ചിട്ടുണ്ട്. ഈ കുറെ കൂടെ വലുതാകും തോറും ഈ അടിശേഖരങ്ങൾ മുഴുവൻ മുറിക്കും. അങ്ങനെ എത്ര വർഷം പ്രായമായ 25-30 വർഷം പ്രായമായ ജാതിയാണെങ്കിലും കായ്ക്കാത്തത് മുറിച്ചു വിട്ടിട്ട് അതിന്റെ ശേഖരത്തിൽ ചെയ്ത് കായ്ക്കുന്ന ജാതിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അത് ശരി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജാതിപത്രി, അതായത് ജാതിയുടെ ഫ്ലവർ. ഇത് ഞങ്ങൾ തന്നെ ഇവിടെ ഇരുന്ന് ഓരോ ജാതിയും പൊളിച്ച് അതിൻ്റെ ഫ്ലവർ പ്രത്യേകമായിട്ട് മാറ്റി വെക്കുന്നതാണ്. ഇത് മഞ്ഞ ജാതിയുടെ ഫ്ലവർ, മഞ്ഞ ജാതിയുടെ അത് ഇങ്ങനെ ഒരു കൂട് നിറയുമ്പോഴത്തേന് ഏകദേശം പായ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ ബക്കറ്റിൽ ഫുള്ളായിട്ട് അടച്ച് സൂക്ഷിക്കുക. ഇത് 1 വർഷമോ എത്ര കാലം വരെ പൊട്ടാതിരിക്കും. ഇവിടുത്തെ ജാതിക്കയിലൊരു 75% ഞങ്ങൾ തന്നെ ഫ്ലവറായിട്ട് വെക്കുക. ജാതി പൊളിച്ച് അത് ഇവിടുത്തെ ഓവൻ്റെ അകത്ത് ഉണങ്ങിയിട്ട് ട്രയറിൻ്റെ അകത്ത് ഉണങ്ങിയിട്ട് ഇങ്ങനെയാക്കാം. ഇവിടെ പൊടിയും വേസ്റ്റും ഇവിടെ ഞങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഞങ്ങൾ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റേജ് വളരെ കുറവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രയർ. ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ ഉണക്കുന്നത്. ഇത് എറണാകുളത്തുള്ള പവർ സെൽ കമ്പനിയിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ പല വലിപ്പത്തിലുള്ള സാധനങ്ങൾ കിട്ടും. ഇതിൽ ചൂട് 0 to 100 ഡിഗ്രി വരെ ഇതേ ക്രമീകരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിന് ജാതിപത്രി ഉണങ്ങാൻ ഒരു 55 സെൻറ്റിഗ്രേഡ് ചൂടാണ് ഏറ്റവും നല്ലത്. അതൊരു 4 മണിക്കൂർ കൊണ്ട് ജാതിപത്രി ഉണങ്ങി കിട്ടും. ജാതിക്കായും അതിൻ്റെ ഒപ്പം ഇതിൻ്റെ അകത്ത് വെക്കാം. ഇത് ഓരോ ഇതിനകത്ത് ജാതിക്ക വെച്ചിരിക്കുന്നു. ഇതിൽ ഫ്ലവറും വെച്ചിരിക്കുന്നു. ഇത് 6 മണിക്കൂർ കൊണ്ട് 55 സെൻറ്റിഗ്രേഡ് ചൂടിൽ ഇത് ഉണങ്ങി കിട്ടും. കമുകിന്റെ കാര്യം എങ്ങനെയാണ്? കമുകും രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. ഇതുപോലെ തന്നെ കോഴിക്കാഷ്ടത്തിന്റെ, പിന്നെ ഞങ്ങളുടെ നാടൻ പശുക്കളുണ്ട്, അതിന്റെ ചാണകവും പിണ്ണാക്കും എല്ലാം കൂടെ വെച്ചൂരി പശു അങ്ങനല്ല എന്താ അതിന്റെ ചാണകവും മൂത്രം കൂടെ എടുത്ത് പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും. ഈ മറ്റേ വളം ഇടില്ലേ, ജൈവവളം? ജൈവവളം ആ മീൻ വളം ഉണ്ടാക്കിയിരിക്കുന്ന ജൈവവളം കൂടി ഇതിന് ഇട്ട് കൊടുക്കും. ഇത് പാക്ക് നമ്മൾ പാക്കായിട്ട് പറിക്കുകയാണോ അതോ അതിന്റെ എളുപ്പത്തിൽ പറിക്കുകയാണോ? ഇല്ല, ഇത് നമ്മളെ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഇതിന് പ്രത്യേക സ്കില്ലുള്ള കയറാനുള്ള ആൾക്കാരെയാണ് നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നത്. കമു മാത്രം പാട്ടത്തിന് കൊടുക്കുക. 1 വർഷത്തെ ഒരു തുകയ്ക്കായിട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു കമുകിന് 500 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരു കമുകിന് 500 രൂപ. അതായത് അവര് പഴുക്കുമ്പോഴാണ് പറിക്കുന്നത്. ചില ഇപ്പം പച്ചടക്കായ്ക്ക് വിലയുള്ള സമയത്ത് പച്ചടക്ക പറിക്കും. അപ്പൊ നമുക്കൊരു 75% പൈസ അഡ്വാൻസ് ആയിട്ട് വരും. പിന്നെ 1-2 തവണ കൊണ്ട് ബാക്കി അതെ. പിന്നെ അവര് വന്ന് ഇതിന് തുരിശടിക്കും. മകാളി കേടിന് വേണ്ടിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് തുരിശടിക്കും. ഈ ജാതിക്ക് അങ്ങനെ വല്ലതും ചെയ്യും? ഇല്ല, ജാതിക്ക് കേടുണ്ടെങ്കിൽ തുരിശടിക്കണം. ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഇല്ല, തുരിശടി ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടി വരുവായിരുന്നു. ചില ജാതി തോട്ടത്തിലൊക്കെ തുരിശടി അല്ല, ഇതിന്റെ അകത്ത് പൊഴിച്ചിലോ എത്ര കാലമായിട്ടേ പൊഴിച്ചിലോ ഒന്നും. പിന്നെ റബ്ബറിനൊക്കെ വരുന്നതല്ല ചീക്കീട് വരും. ചീക്കീട് വരുമ്പോൾ ബോർഡോ മിശ്രം തേക്കണം. അപ്പം നമ്മുടെ ഇതിന്റെ അകത്ത് അങ്ങനെ കേടുകൾ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ തേക്കാനായിരിക്കുന്നത്, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ ഇതിലെ ഈ ഇടയ്ക്കൂടെ കാനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ഈ തെങ്ങിന്റെ തലവും പിന്നെ ചകിരി അടുക്കി കൊടുക്കും. ഇങ്ങനെ ചകിരി അടുക്കി
പിന്നെ ഇതിന്റെ വേസ്റ്റുകളെല്ലാം അതിന്റെ ചുവട്ടിലേക്ക് തെങ്ങിന്റെ ചുവട്ടില് ഈ അതായത് വേനൽക്കാലത്ത് അധികം ചൂടടിക്കാതെ തെങ്ങ് നമ്മളിട്ട് കൊടുക്കുക. കിടക്കുക. ഞങ്ങള് വെളിച്ചെണ്ണയാക്കി വെളിച്ചെണ്ണ വിൽറ്റായിരുന്നു ഞങ്ങള് വില പറഞ്ഞപ്പോ ഞങ്ങള് തന്നെ ആട്ടി വെളിച്ചെണ്ണയായിട്ട് ലിറ്റർ കിലോയ്ക്ക് വിൽക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തേങ്ങയ്ക്ക് വിലയിടുവായോണ്ട് അതിപ്പം വേനൽക്കാലത്ത് ചെയ്യാറുള്ളൂ. വർഷകാലത്ത് കൊപ്ര ഉണക്കാനുള്ള അസൗകര്യം കൊണ്ട്. ഈ നഴ്സറി ഒക്കെ എവിടെയാണ്? നഴ്സറി ഇവിടെ അത് ഞങ്ങൾ ഈ വർഷം ചെറിയ തോതിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാ. ഇത് കമുകിന്റെ തൈയല്ലേ? അതെ. എന്തരം കമുക ഭാവിക്കണേ? ഇവിടെ ഭാവിയിരിക്കുന്ന കാസർഗോഡൻ മംഗള, മംഗള എന്ന് പറയും, കുഴിമംഗള, പിന്നെ മോഹിന്ദർ, അങ്ങനെ 3 വെറൈറ്റി അവിടെ ഭാവിയിരിക്കുന്നത്. മംഗള എന്ന് പറയുന്നത് പൊക്കം കുറഞ്ഞ് 3-ാം വർഷം കായ്ക്കുന്നത്. പിന്നെ സാധാരണ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്ന നാടൻ കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു 20,000-ഓളം തൈകളുണ്ടായിരുന്നു. 20,000-ഓളം. അത് പാലക്കാടൻ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ കാസർഗോഡിനും നാടനും ഒക്കെ നല്ലത്. കാരണം ചൂട് കൂടുതലും ഇപ്പം ചൂട് കുടുക്കിടി വന്നപ്പം ഈ തവണ തന്നെ പല സ്ഥലങ്ങളിലെയും കരകസ്ഥലങ്ങളിൽ നിന്ന് നനയ്ക്കാത്ത കമുകളൊക്കെ കണ്ടമാനം ഉണങ്ങിപ്പോയി. പിന്നെ ആൾക്കാർ വ്യാപകമായിട്ട് പാടത്തിപ്പം ചെയ്യുന്നുണ്ട്. പാടത്ത് വെക്കാനായിട്ട് അടക്കായ്ക്ക് ഭയങ്കരമായ വില കൂടി നിൽക്കുകയാണ്. ഒരു 3 വർഷമായിട്ട് റബ്ബറിനൊക്കെ വില കുറഞ്ഞപ്പോൾ ആൾക്കാർ പാടമുള്ളവരും നെൽകൃഷി നഷ്ടമായപ്പം പാടത്താണ് ഭൂരിപക്ഷം കാണുന്നത് ചെയ്യുന്നത്. ഈ തൈരൊക്കെ എന്ത് വിലക്കാണ്? 20 രൂപ ഒരു തൈക്ക് 20 രൂപ. ഇത് ഞങ്ങള് കർണാടകയിൽ നിന്ന് അതിന്റെ വിത്ത് കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിച്ച്. അതിപ്പോ മംഗളയായാലും കാസർഗോഡനായാലും എല്ലാം ആ വിലയാണ്. അതെ. അല്ലാതെ ബാക്കി ഇവിടുത്തെ ഈ നാടൻ വെറൈറ്റിക്ക് 15 രൂപ. അത് നമ്മുടെ ഈ കമുകയെന്ന് തന്നെ എടുക്കുന്നത്. നമ്മൾ തന്നെ ഇവിടെ മുളപ്പിച്ച് ഇതിലെ നല്ല കമുകയെന്ന് സെലക്ട് ചെയ്തെടുക്കുന്നത് അടക്കായ ഉണ്ട്. അതെടുക്കുന്നതിന് 15 രൂപ. അതാണ് നമുക്ക് വലിയ മുടക്ക് വരുന്നില്ല. ആവശ്യമുണ്ടോ? നന മെയ് മാസം സാധാരണ ഇത് തൈകള് വിത്തിടയ്ക്കായ്ക്ക് നനച്ചായിരുന്നു. ഇതിപ്പം മഴക്കാലം ആയപ്പോഴാണ് വെച്ചത്. എന്നാലും ഇടയ്ക്ക് ഒരു നനയ്ക്കായിരുന്നു മഴയില്ലാത്ത സമയങ്ങളിൽ. ഇതെല്ലാം കുരുമുളകിന്റെ തൈകളല്ലേ? അതെ. ഇതില് പന്നിയൂർ എന്ന് പറയുന്നത് ഏതാണ്? പന്നീര്. ഇത് പന്നിയൂർ. പന്നീര് വണ്ണ്. ഇത് എന്റെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് അതിന്റെ വള്ളികൾ ഉപയോഗിച്ച് മുളപ്പിച്ചതാണ്. എല്ലാം പന്നിയൂർ അല്ല, ആയിരിക്കുന്ന കരിമുണ്ട. ചെറിയ കുറച്ച് ചെറിയ കരിമുണ്ട. പന്നീര് ഈ വെളിച്ചം കൂടുതലുള്ള സ്ഥലത്ത് പന്നീരാണ് നല്ലത്. മറ്റേ കരിമുണ്ടയ്ക്ക് ഇച്ചിരി പ്രകാശം കുറവാണേലും കുഴപ്പമില്ല, പിടിച്ചോളൂ. കരിമുണ്ട നമ്മുടെ നാടൻ നാടൻ പന്നിയൂര് ഹൈബ്രിഡ്. പന്നിയൂരിന്റെ തിരിക്ക് നീളക്കൂടുതലുണ്ട്. പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ നല്ല പ്രകാശം വേണം, സൂര്യപ്രകാശം. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ശരിയാവും. കരിമുണ്ടയ്ക്ക് അത്രയ്ക്ക് അസുഖങ്ങൾ എങ്ങനെയാണ് പൊതുവെ? അസുഖങ്ങള് ഇവിടെ പൊതുവെ വല്ല ലാർജായിട്ട് ചെയ്യുന്നില്ല, എന്നാലും വലിയ കുഴപ്പങ്ങളില്ല, കാണുന്നില്ല. അല്ല, ഈ പന്നിയൂരാണോ കരിമുണ്ടയാണോ? അല്ല, രണ്ടിനും വലിയ കേടുകൾ കാണുന്നില്ല. ഇത് ജാതിയുടെ തൈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെ. ഇതിപ്പോ മദർ ജാതിയാ അല്ലേ? അതായത് അതെ, കാട്ടിയാതി ജാതിയുടെ കുരു ഇട്ട് മുളപ്പിച്ചിട്ട് അത് ചെയ്തിരിക്കുന്ന അത്. ഇത് കാട്ടിയാതിയാ. കാട്ടിയാതിയുടെ കുരു കൊണ്ടുവന്ന്. അതായത് സാധാരണ ഈ ജാതിയുടെ കുരു അല്ല, ഈ ജാതിയുടെ കുരു മുളയ്ക്കുന്ന കുറവാ. അപ്പൊ നമുക്ക് കാട്ടിയാതിയുടെ കുരു മേടിക്കാൻ കിട്ടും. അത് നല്ലപോലെ മുളയ്ക്കും, അതിന് വലിയ പൈസ മുടക്കില്ല. അപ്പൊ അത് മുളപ്പിച്ചിട്ട് അത് ബെഡ് ചെയ്യുന്ന. അതുപോലെ ഇതാണ് ബഡ്. അതാ ബഡ് ഈ നിൽക്കുന്ന. അതെ, ബഡ് ചെയ്തിരിക്കുക. അത് വളരാൻ വേണ്ടിയാണ് ഈ കാട്ടിയാതിയുടെ തല ഇങ്ങനെ വളർത്തി കുറച്ച് വളർച്ചയായി കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇത് ഗ്രാഫ്റ്റ് തൈ കൊടുക്കും. ഇത് ഈ ഗ്രാഫ്റ്റ് തൈ നട്ടാല് അത് പെൺജാതിയായിട്ട് തന്നെ വരുമോ? ഉറപ്പാണ്. പെൺജാതിയായിട്ട് 100% വരും. 100% അങ്ങനെ വരും. അതിന്റെ മദറിന്റെ എല്ലാ പ്രോപ്പർട്ടി, ജാതിയുടെ മദറിന്റെ
ഒരു 90% ഗുണങ്ങൾ അതേപടി കിട്ടാം. വളരെ ചില അവസരങ്ങളിൽ ആൺജാതി ആകില്ല, പെൺജാതികൾ കാ കുറയാറുണ്ട്. ശരി. ഇത് എത്ര പ്രായമാകുമ്പോഴാണ് കൊടുക്കുന്നത്? വിൽപ്പനയ്ക്ക് ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ. 6 മാസം ഇതിപ്പോൾ ബെഡ് ചെയ്ത് ഒരു 6 മാസമായുള്ളൂ. ഇത് ചിലത് 1 വർഷം കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ വലുതായി നിൽക്കും. അത്രേ ഉള്ളൂ. വലിയ കൂടക്കകത്തേക്ക് 6 മാസം കഴിയുമ്പോൾ വിൽപ്പനയ്ക്ക് അല്ലേ? ഇവിടെയൊക്കെ ഈ വെള്ളം പൊങ്ങുമ്പോ വെള്ളം കയറുമോ? വെള്ളം കയറും. ഇത് നല്ല വെള്ളപ്പൊക്കത്തില് ഇത് കല്ലടിക്കൂട് സൈഡിൽ നിന്ന് വരുന്ന പുഴയാണ് സ്റ്റാർട്ടിങ്. അവിടെ ഉരുൾപൊട്ടലും കനത്ത മഴയും വരുമ്പോൾ അവിടുത്തെ എക്കലുകളൊക്കെ ഒഴിപ്പിച്ച് ഇതിൻ്റെ അകത്ത് എക്കല് വന്നടിയും. ഒരു വർഷം 3-4 തവണ നല്ല വെള്ളം കയറി അതിന്റെ എക്കലുകൾ വെള്ളം കയറി ചീഞ്ഞു പോവില്ലേ? ഇല്ലില്ല, വെള്ളം കയറി ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതല്ല താന്ന്. അപ്പം ഈ മണ്ണിന്റെ അത് ഈ ഭൂമി മുഴുവൻ വന്ന് എക്കലങ്ങ് എല്ലായിടത്തും വളം ഇടുന്ന പോലെയുള്ള എക്കലിടുക. അതാ ഈ മണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം, ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരും. എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരും. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷങ്ങളിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കമായിട്ട് ഈ ഷെഡ് ഒക്കെ കയറി റോഡുകളെല്ലാം മൂടിപ്പോയിരുന്നു. അതേസമയം വെള്ളപ്പൊക്കത്തിന്റെ ഒന്നുമില്ല. ഒരു സാധനങ്ങളും ചീഞ്ഞു പോകുന്ന അത്ര ദിവസങ്ങളിൽ നിൽക്കുന്നില്ല, ദിവസങ്ങളോളം നിൽക്കുന്നില്ല. ഒരു 6 മണിക്കൂർ 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വെള്ളം തന്നെ വലിഞ്ഞു. ഇതാണല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്ന ജൈവവളം. അതെ. ഇത് ആദ്യം ചകിരിച്ചോറ് സ്ഥലത്ത് വിരിക്കും. അതിന് മുകളിൽ പച്ചച്ചാണകം നിരത്തിയിടും. പിന്നെ മണ്ണാർക്കാട് സൈഡിൽ ഉള്ള മീൻകടകളിലെ വേസ്റ്റ് വൈകുന്നേരം അവർ കൊണ്ടുവന്ന് തരും. അത് ഈ പച്ചച്ചാണകത്തിന്റെ മുകളിലേക്ക് വീണ്ടും പച്ചച്ചാണകം വെച്ച് ഇത് പൊതിഞ്ഞിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ചകിരിച്ചോറിടും. ഒരു 90 ദിവസം ആകുമ്പോഴത്തേനും, ഇതിപ്പം 80-85 ദിവസമായുള്ളൂ. ഇതിന് സ്മെല്ലോ ഈച്ചൊരു ഒന്നുമില്ല. ഇതാ മീനിന്റെ എല്ലുകളും എല്ലാം പൊടിഞ്ഞ് നല്ല ജൈവവളമായിട്ട് മാറും. ഇത് നേരത്തെ നമുക്ക് കടകളിലെ വേസ്റ്റ് എടുക്കുന്നതിന് 4 രൂപ വെച്ച് ഇങ്ങോട്ട് തരും കിലോയ്ക്ക്. തമിഴ്നാട് സൈഡിൽ കോഴിത്തീറ്റയ്ക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്നതിൽ അങ്ങോട്ട് കൊടുക്കണം. അല്ലായിരുന്നെങ്കിൽ അവർ വേസ്റ്റ് കളയാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൈസ ഇങ്ങോട്ട് വന്നിരുന്ന. അപ്പം വൈകുന്നേരം ആകുമ്പോൾ എല്ലാ കടയിലേയും കൂടെ കളക്ട് ചെയ്ത് ഒരാൾ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുവരും. ഓട്ടോറിക്ഷയുടെ കൂലി എന്തെങ്കിലും ഒരു ചായക്കാശും കൊടുക്കും. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വാരിയിട്ടതാ. ഇതിൻ്റെ അകത്ത് ഒരു 2.5 ടണ്ണോളം മീനിന്റെ വേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ പൊടിഞ്ഞിപ്പം ബാക്കി തെങ്ങ് കവുങ്ങിനെല്ലാം വാരിയിട്ടതാ. മഴ കൊള്ളരുത്, മഴ കൊള്ളാതെ സൂക്ഷിക്കണം. അപ്പൊ ഇതേപോലെ ഈ അറവ് വേസ്റ്റോ അല്ലെങ്കിൽ കോഴിയുടെ വേസ്റ്റ് പരീക്ഷിച്ച ആൾക്കാര് അതിന്റെ പപ്പുകൾ പൊടിയുന്നില്ല. തൂവല് ബാക്കിയെല്ലാം പൊടിയുന്നുണ്ട്. പക്ഷെ മറ്റേ വളം വാക്ക് ശരിയാവുന്നുണ്ടാവും. പറമ്പിലൊക്കെ അപ്പൊ നമുക്ക് വലിയൊരു പൈസ മുടക്കില്ല. നമ്മുടെ പശുവിന്റെ തന്നെ ചാണകവും, ഇതിന് നാടൻ പശുവിന്റെ ചാണകം തന്നെ ഏറ്റവും നല്ലത്. അതിന്റെ അത് കൂടുതൽ ഇതുള്ളതുകൊണ്ട് നിങ്ങളുടെ ജൈവവളത്തിന്റെ നല്ലൊരു ശതമാനം ഇതിവിടെ കൊടുക്കുന്നൊന്നുമില്ല. അത് ഞങ്ങൾ ആദ്യം ഇപ്പം തുടങ്ങി ഇതാക്കി വരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ആദ്യം ഉപയോഗിച്ച, പിന്നെ ഈ വർഷം കുറച്ചുകൂടെ ഉണ്ടാക്കി. കൊള്ളാം, നല്ലൊരു ആശയം, നല്ല ആശയം. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതിയറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ശ്രീ ജെയിംസ് പുളിക്കത്താഴത്തിൻ്റെ തോട്ടത്തിലെ ദൃശ്യങ്ങൾ ഈ ആഴ്ചയിൽ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ തുടർ ദൃശ്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം.